ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയതായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സീറ്റ് ഒന്നും ഒഴിവില്ല. അപ്പൊ ആ സമയത്ത് കുറെ ആളുകൾ അവിടെ ആരെങ്കിലും എഴുന്നേറ്റാൽ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഒരു ഹിന്ദിക്കാരൻ നിൽക്കുന്ന ഒരു ഹിന്ദിക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു ഡയലോഗ്, ഭയ്യ മേരാ ഖാന ഹോ ഗയാ ബൈഠിയേ, ഭയ്യ മേരാ ഖാന ഹോ ഗയാ ബൈഠിയേ. ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോ ഗയ എന്ന പ്രയോഗത്തെ കുറിച്ചാണ്. ഹോ ഗയ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു എന്നാണ് അർത്ഥം. ആയിത്തീർന്നു, എന്തെങ്കിലും ഒരു കാര്യം ആയിത്തീരുക അല്ലെ, അതിനു വേണ്ടിയിട്ട് ഹോ ഗയ എന്നാണ് നമ്മൾ പറയാ, ആയിത്തീർന്നു. ഫോർ എക്സാമ്പിൾ, വോ ഖറാബ് ഹോ ഗയ, അത് കേടായി, മോശമായി. വോ ഖറാബ് ഹോ ഗയ. വോ ടീക്ക് ഹോ ഗയ, അത് ശരിയായി. അപ്പൊ ഈ ഹോഗയ എന്ന് പറഞ്ഞാൽ ആയി അല്ലെങ്കിൽ ആയി തീർന്നു എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, പക്ഷേ ഹോഗയ എന്ന വാക്ക് ചില സമയത്ത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ മേരാ ഖാന ഹോഗയ, എന്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഖാന എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കാന്നാണല്ലോ അർത്ഥം അല്ലെ, ഫുഡ് കഴിക്കാന്നാണല്ലോ അർത്ഥം. ഹോഗയ, ഹോഗയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ന എന്ന് അവസാനിക്കുന്ന ക്രിയാധാതു ഉണ്ട്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അത് ജാന, ആന അല്ലെ, പിന്നെ ഖാന. ജാന എന്ന് വെച്ചാൽ എന്താ, പോവുക. ആന എന്ന് പറഞ്ഞാൽ വരിക. ഖാന തിന്നുക. അപ്പോൾ അങ്ങനത്തെ വാക്കിന്റെ കൂടെ ആ ന ഉള്ള ഫോമിന്റെ കൂടെയാണ് നമ്മൾ ഈ ഹോഗയ എന്ന് പറയേണ്ടത്. പീന, പീന എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നാണ് അർത്ഥം. അപ്പോ മേരാ പീന ഹോഗയ, എന്റെ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, മീൻസ് ഞാൻ കുടിച്ചു. സോ ഇന്ന് നമ്മുടെ മൈൻഡിന്റെ ഡിക്ഷണറിയിലേക്ക് ചേർത്ത് വെക്കേണ്ട വാക്കാണ് ഹോ ഗയ. ആയി തീർന്നു, ആയി എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Learn Hindi with Hindigo.